പാട്ട് പാട്ട് ഫുള്ള് ഫുള്ള് തന്നെയാണ് പാട്ടത്ര സ്വാഗതം ആശംസിക്കുന്നതിന് സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ടി ഖാലിദ്. പ്രിയമുള്ളവരെ, ഒരു സ്വാഗത പ്രസംഗത്തിനുള്ള പ്രസക്തിയില്ല. എല്ലാവരെയും ഈ ധന്യമുഹൂർത്തത്തിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് എനിക്കുള്ളത്. ഹോസ്റ്റ് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലക്ക് ഇവിടെ എത്തിയ എല്ലാ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ നേതാക്കൾക്കും എയിമയുടെ ഭാരവാഹികൾക്കും ഓരോരുത്തർക്കും നന്ദി, സ്വാഗതം. അതുപോലെ തന്നെ ഞങ്ങളുടെ എയിമ വോയിസിൻ്റെ നാഷണൽ കോർഡിനേറ്റർ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീകുമാർജിയാണ് ഇന്നത്തെ ഈ പരിപാടി മൊത്തം നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വിശിഷ്ട വ്യക്തി, ഗസ്റ്റ് അതിഥിയായി എത്തിയ ഞങ്ങളുടെ നാഷണൽ സീനിയർ വൈസ് പ്രസിഡൻറ്റ് വിനോദ് ദിവാകർ, മറ്റ് ഓരോരുത്തരെയും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നെത്തിയ ജോളി എലാന്തൂർ, അതുപോലെ തന്നെ ശങ്കരനാരായൺ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ നിന്നുള്ള നാഷണൽ ഭാരവാഹികൾ, സ്റ്റേറ്റ് ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, എയിമയുടെ മെമ്പർമാർ, ഇവിടെ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പാർട്ടിസിപ്പൻസ്, അവരുടെ ബന്ധുക്കൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ജഡ്ജിമാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീകുമാർ 2 വാക്ക് സംസാരിക്കും. അദ്ദേഹത്തെ ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അധികാരമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി. താങ്ക് യു. എയിമ മഹാരാഷ്ട്രയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ശ്രീ ബിനു ദിവാകരൻ, ശ്രീ കെ ആർ മനോജ്, എയിമയുടെ ജനറൽ സെക്രട്ടറി അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. എന്തായാലും നമ്മൾ ഒരു 2ാമത്തെ പ്രാവശ്യമാണ് സോണൽ മത്സരവുമായിട്ട് ഇങ്ങനെ മുംബൈയിൽ കൂടുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ 2018 ആ ഒരു മേഖലാ മത്സരം ഓർക്കുന്ന എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഘാടകർക്ക് എല്ലാവർക്കും ആ ഒരു ഇപ്പോഴും അവരുടെ മനസ്സിൽ ആ ഓർമ്മകളുണ്ട്. നമുക്ക് നല്ലൊരു മത്സരമായിട്ട് ഇന്നത്തെ ഈ മേഖലാ മത്സരത്തെ മാറ്റണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. മത്സരത്തിൽ നല്ല ഇന്നത്തെ ദിവസത്തെ പെർഫോമേഴ്സ് ആയിരിക്കും വിജയികൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താനാണ്. പക്ഷേ ആ പരിചയപ്പെടുത്തൽ ഒരു വീഡിയോ രൂപത്തിൽ അല്പസമയത്തിനുള്ളിൽ നിങ്ങളത് കാണും. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ അത് പറയുന്നില്ല. 2 പേരും ആദരണീയരായിട്ടുള്ള സംഗീതജ്ഞരാണ്. നിങ്ങൾക്ക് ഒപ്പം ഈ ഓഡിറ്റോറിയത്തിൽ അവരുണ്ട്. 2 പേരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നാഷണൽ സീനിയർ വൈസ് പ്രസിഡൻറ്റിൻ്റെ ആശംസയോടുകൂടി നമ്മുടെ പരിപാടി. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഘടകം ഇത്രയും നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ വിജയാശംസകൾ നേരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ആൾക്കാർ അടുത്ത ഇത് നടക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന പ്രോഗ്രാം ഇതുവരേക്കും പല മ്യൂസിക് പ്രോഗ്രാംസുകളിലും നിങ്ങളൊക്കെ ചാനലുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിലുപരി ഒരു ലൈവ് ടെലികാസ്റ്റോട് കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. സാധാരണ എല്ലാ മ്യൂസിക് കോമ്പറ്റീഷനുകളും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇത് അതിലുപരി ഫ്ലവേഴ്സ് ചാനലിലൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളതായിരുന്നു. ലൈവ് ടെലികാസ്റ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വൻപൻ പ്രോഗ്രാമായിട്ട് നമ്മൾ നടത്തപ്പെടുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വിജയാശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സാധ്യമല്ലെങ്കിലും വിജയാശംസകൾ നേരാൻ എനിക്ക് സാധിക്കും. എല്ലാ കണ്ടസ്റ്റൻസിനും വിജയിയായവർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ശ്രമം സർവശക്തിയോട് കൂടിയിട്ടും സർവപ്രഭാവത്തോടു കൂടിയിട്ടും ആവട്ടെ. ഈ ഉദ്യമം പരമാവധി വിജയപ്രദമാക്കാൻ
നിങ്ങളെല്ലാവരും ശ്രമിക്കണം നമ്മുടെ ടു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഭാരവാഹികൾക്കെല്ലാം നന്ദി.